സുഹൃത്തുക്കളെ, ആരിസാട്ടോ, ആരിസ് വൈത്തിരിയാണേ. വയനാട് വൈത്തിരി ബാണാസുര റോട്ടിൽ ഞാൻ പല തവണ വീഡിയോ ഇടുന്ന ആ റോട്ടിൽ പുതിയ മണ്ണുണ്ട്. റോഡ് സൈഡിൽ കുറേ ഒരു വീതിയുള്ള സ്ഥലങ്ങളിലൊക്കെ പുതിയ മണ്ണാണ്. അപ്പോൾ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ട്രാവലറൊക്കെ വരുമ്പോൾ വീതി കണ്ട സ്ഥലത്തേക്ക് പെട്ടെന്ന് വണ്ടി ഇറക്കാൻ പാടില്ല. ഇറക്കി കഴിഞ്ഞാൽ ഇതേമാതിരി കണ്ട പുതിയ മണ്ണാണ്, താന്നു പോകും. പിന്നെ JCB വിളിക്കേണ്ടി വരും, പൈസ ചിലവാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ആ ട്രാവലർ അവിടെ താന്നിട്ട് ഓലെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടപ്പോൾ ആ ലോറിക്കാരൻ നന്മ മനസ്സിനുടമ ആ ലോറിക്കാരൻ നിർത്തിയാണ്ട് വലിക്കണമെന്ന് വെച്ചാൽ അങ്ങനെ കെട്ടി വലിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം കെട്ടി വലിച്ചു, കയർ പൊട്ടി. രണ്ടാമത് പിന്നെ വീണ്ടും വലിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ റോഡിൻ്റെ സൈഡിൽ വീതിയുള്ള സ്ഥലത്തൊന്നും കോൺക്രീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ വണ്ടിക്കാർ വരുമ്പോൾ ശ്രദ്ധിച്ചോളി, നല്ല താന്നു പോവും. വരും മഴയും കൂടി ആണെങ്കിൽ ഇടങ്ങേറും. അതിപ്പോൾ മഴ കുറഞ്ഞ സമയമായതുകൊണ്ട് വലിയ രക്ഷപ്പെട്ടു. നല്ല മനസ്സിനുടമായ ലോറിക്കാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം നിർത്തിയാണ്ട് ചോദിച്ചാണ് ഞങ്ങൾ വലിച്ചു കയറ്റണമെന്ന്. അപ്പോൾ ആ വണ്ടി വലിച്ചു കയറ്റിയ സ്ഥലമായിട്ടത് ഫുള്ള് ചളിയാണ്. വണ്ടിക്കാർ ഇറക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചോളി. ഇവിടെ വണ്ടിയില്ലേ, ഈ ടയർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങോട്ടുണ്ട് ഒഴുകില്ലേ. പാവങ്ങൾ കുറേ കഷ്ടപ്പെടുക എന്നല്ലാതെ. റോഡ് പണി തീർന്ന സൈഡിലൊരു കോൺക്രീറ്റ് ഇടുക. ആ ഇടിയമ്മയിൽ ഭാഗത്തൊക്കെ ഒരു 3 മീറ്ററുള്ള സ്ഥലം വരെ മൊത്തം കോൺക്രീറ്റ് ഇട്ടുക. ഇവിടെ അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ലല്ലോ. ഇത് കണ്ടില്ലേ, ആ റോഡ് പണി ഇപ്പോഴും തീർന്നിട്ടില്ല. 5-8 മാസമായി തുടങ്ങിയിട്ട്. ഇത് 2-3 കമ്പി, ഒരു 5-6 കമ്പി ഇങ്ങനെ പൊന്തി നിൽക്കുകയാണ്. അല്ല ബൈക്കേരും വന്ന് വളവിൽ ഒടിവ് കിട്ടിയില്ലെങ്കിൽ ആ കമ്പിമ്മ വന്ന് ഇതാവും, പണി തീരും. ഇത് എത്ര പറഞ്ഞിട്ട് ഇവൽക്കൊരു ഉൾപ്പും മാനുമില്ല. ഇത് ഇവൽക്ക് പറ്റൂല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് തന്നെ. ഇവർ ഒരു വർഷം ആകാനായി പോയി പണി തുടങ്ങിയിട്ട്. കണ്ടില്ലേ, എന്നോ വാർത്തിട്ട് പലക അതിൻ്റെ ഉള്ളിൽ ആണ്ട് കിടക്കുകയാണ്, എടുത്തിട്ടിട്ടില്ല. പണിക്കാരൊക്കെ നാട്ടിൽ പോയ ലീവാണെന്ന് തോന്നുന്നു. അതൊന്ന് പറിച്ചിട്ടാൽ മതി. ഒറ്റ ദിവസത്തിൻ്റെ ആവശ്യമുള്ള പലക വെക്കുന്നുണ്ട് കണ്ടോ. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ആ ടേണിങ് കൊണ്ടേ അത് അവിടെ ഇട്ട് പോയിക്കാണ്. ചിന്തിച്ച് നോക്കി നിങ്ങൾ. ഏതെങ്കിലും ബൈക്കുകളോ മറ്റോ വളവ് നിന്നൊന്ന് ഒടിച്ചിട്ട് കിട്ടാതൊക്കെ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത വണ്ടിക്കാരൊക്കെ പിന്നെ മറികടന്ന് സൈഡ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓല കാര്യം പോക്കാണ്. അപ്പോൾ ഈ പിന്നെ കോൺട്രാക്ടർമാർക്ക് എന്ത് പറ്റി ഇവർക്ക് പണി തീർക്കണില്ലല്ലോ. ഇത് കുരങ്ങ് കൂടുകൂട്ടുന്ന മാതിരി ഇത് പണി തീരുന്നില്ല. പൊയ്തന ടു ബാണാസുര റോട്ടിൽ പണി തീരുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട അധികാരികളൊന്ന് ശ്രദ്ധിക്കണേ. ഇത് കൊലപാതകത്തിന് വേണ്ടി കെണി വെച്ച് പോയിക്കാണ് കണ്ടോ. ഒരു ദിവസം വാർത്ത് പിറ്റേന്ന് എടുക്കേണ്ട സാധനം 3-4 ദിവസമായിട്ട് തീർത്ത് മാറ്റാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. ഇവർക്കിത് ഈ കോൺട്രാക്ടർമാർക്ക് ഇത് എന്ത് പറ്റിയത്, ധാറിങ്ങൊന്നും വലിയ തുമ്പില്ല. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. വെള്ളവരെയും കൂടി പണി കഴിയട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ സെൻറ്ററൊന്നും ജോയിൻ്റൊന്നും കറക്റ്റല്ല. ബൈക്കുമ്പോൾ പോകണവരൊക്കെ സ്കിഡായിട്ടും പിന്നെ പാളിയിട്ടും വീകാൻ സാധ്യതയുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴും 3-4-5 മാസമായിട്ട് റോഡ് സൈഡിൽ കുറേ കോൺക്രീറ്റ് ചെയ്യാൻ ഇനിയും ബാക്കിയാണ്. ചില വീടുകൾ താഴേക്ക് കോൺക്രീറ്റ് ഇറക്കി ചെയ്യാത്തതുകൊണ്ട് അവിടെ ബ്ലോക്കാക്കി ഇട്ടിരിക്കുകയാണ്. എന്തായാലും ഒരു ഫണ്ട് പാസ്സാണെങ്കിൽ പണി ഫുള്ള് പെട്ടെന്ന് തീർത്തൂടെ. ചെയ്ത പണി മുഴുവൻ അപാകത. അത് ഞാൻ മാത്രമല്ല, എല്ലാ ചോദിക്കണവരും മുഴുവൻ തന്നെ പറയണത്. ഈ പൊയ്തന വരെ, വൈത്തിരി ജംഗ്ഷൻ മുതൽ പൊയ്തന വരെ ഉള്ള പണികൾ വളരെ മോശമാണെന്ന് ഊന്നി പറയുകയാണ് ഞാൻ. എന്താ എടുക്കണ പണി പെട്ടെന്ന് പറഞ്ഞ് പണി തീർക്കുക. കേട്ടോ, കൊല്ലാൻ വേണ്ടി കമ്പി കുത്തി വെച്ചിക്കണ്. എടുത്ത് കൊണ്ടുപോയില്ലെങ്കിൽ ജനങ്ങൾ ഇതിന് ഇറങ്ങേണ്ടി വരുന്ന എനിക്കുണ്ട്. ഇതിങ്ങനെയൊക്കെ ഇട്ട് പോയിട്ട് ആർക്കും പരാതിയില്ല. അധികാരികളൊന്നും ശ്രദ്ധിക്കട്ടോ. ഈ കോൺട്രാക്ടർമാരെ വിചാരിക്കും ഏതാണ് ഈ ഹാരിസ് TK വൈത്തിരി എന്ന്. കാരണം പണി തുടങ്ങി അന്ന് മുതൽ ഇപ്പം വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ ചേറ്റത്തരും തെമ്മാടിത്തും കണ്ട നമ്മൾ പറയുന്നത് വേണം. ഇങ്ങോട്ട് നോക്കി നിങ്ങൾ, ഇത് കുത്തിവെച്ച് പോയിട്ട് ആഴ്ചകളായി. പിന്നെ പറയണ്ടേ, ഇവൽക്കിത് പറ്റൂല്ലെങ്കിൽ ഇത് ഈ കരാർ എടുക്കാൻ പാടില്ല. ഇതിന് മുമ്പ് പൊയ്തന മുതൽ ഇടിയമ്പയിൽ വരെ പണിയെടുത്ത് എന്തൊരു വൃത്തി ഉണ്ടെന്ന് പോയോക്കി മക്കളെ. ഏതായാലും ഈ നാട്ടിലുള്ള ആളുകൾ എന്നും ബൈക്കുമ്പോൾ പോകണവർ സ്വന്തം ജീവൻ നോക്കി വണ്ടി ഓടിച്ചോളി. പെരും മഴയൊക്കെയാണ് പെയ്യണത്. പൊയ്തന റോട്ടിൽ പോകണമെങ്കിൽ സ്വന്തം ജീവൻ ജാഗ്രത.